അരുൺ കൊടുങ്ങൂരും മിഥുൻ മുരളിയും ഇന്ന് അവിടെ കണ്ട കാഴ്ചകൾ, ദൃശ്യങ്ങളാണ് പ്രേക്ഷക സമക്ഷം എത്തിച്ചത്. അതിൽ നമ്മളിപ്പോൾ ഡിബേറ്റിൽ കാണിച്ചത് എഡിറ്റ് ചെയ്ത വീഡിയോകളാണ്. അതായത് പലരുടെയും പ്രതികരണങ്ങൾ ചേർത്ത് വെച്ചതാണ്. പക്ഷെ അത് തത്സമയം പ്രേക്ഷകർ കണ്ടതാണ്. ഈ ഡിബേറ്റ് തുടങ്ങി 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം മിഥുൻ മുരളിയിലൂടെ അവൻ തത്സമയം ആ നടപ്പന്തലിൽ നിന്ന് അവിടുത്തെ ആൾക്കാരുടെ പ്രതികരണം എടുത്തപ്പോൾ നമ്മൾ കേട്ടതാണ് എന്തായിരുന്നു അവിടുത്തെ അവസ്ഥയെന്ന്. അത് നമ്മൾ ഈ വിൻഡോയിലിരിക്കുന്ന 5 പേരും കേട്ടോ. പക്ഷേ റെജി ലൂക്കോസ് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം കേട്ടോ എന്ന് എനിക്കറിയുകയുമില്ല. പക്ഷെ അതിലൊരു ഭക്തൻ പറഞ്ഞ വാക്ക്, ഇനി ഞാൻ വരുന്നില്ല ശബരിമലയിലേക്കെന്നാണ്. അത് മലയാളിയല്ല, ഞങ്ങളാരും ഒരുക്കിക്കൊണ്ടുവന്ന് അവിടെ നിർത്തി പ്രതികരിപ്പിച്ചതുമല്ല. അദ്ദേഹം തുറന്നു പറഞ്ഞു, ഇത്രയേറെ ബുദ്ധിമുട്ട് ഞാൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ല, ഞാൻ ഇനി വരുന്നില്ല, പകരം വീട്ടിലിരുന്ന് അയ്യപ്പനെ മനസ്സിൽ അർപ്പിച്ചോളാം എന്നാണ്. അതെല്ലാവരുടെയും മനസ്സിൽ തട്ടിയ പ്രതികരണമാണ്. അതിനുശേഷം തത്സമയം വന്നപ്പോൾ ഒരമ്മ തൃശ്ശൂർ പീച്ചിയിൽ നിന്ന് ഒരമ്മ പറഞ്ഞു, വെള്ളം കിട്ടിയില്ല, ഒന്ന് മൂത്രമൊഴിക്കാൻ പോകാൻ സൗകര്യമുണ്ടായിരുന്നില്ല എന്ന്. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു അമ്മയാണെന്ന് ഉറപ്പാണ്. അവരുടെ പ്രതികരണം നമ്മൾ കേട്ടതാണ്. ഇതൊക്കെ ജനൻ TV ആളെ ഒരുക്കിക്കൊണ്ടുവന്ന് അവിടെ നിർത്തി പറയിപ്പിച്ചതല്ല. അരുൺ, വരാവുന്ന ഭക്തരുടെ എണ്ണം എത്രയാകണമെന്ന് തീരുമാനിച്ചത് ദേവസ്വം ബോർഡാണ്. 70,000 പേർക്ക് വിർച്വൽ ക്യൂവിലൂടെ വരാം, 20,000 മറ്റോ സ്പോട്ട് ബുക്കിങ്ങിലൂടെ വരാം. അങ്ങനെ 90,000 പേരെ ഒരു ദിവസം ഉൾക്കൊള്ളാനാകും എന്ന് ദേവസ്വം ബോർഡ് പറഞ്ഞുവെങ്കിൽ അതിനർത്ഥം അത്രയും പേർക്കുള്ള സൗകര്യങ്ങൾ ഞങ്ങൾ ഒരുക്കി തയ്യാറായി നിൽക്കുകയാണ് എന്നാണ്. ഒരു സംശയം വേണ്ടല്ലോ. ഈ 70,000-ൽ ഒരാൾ കൂടിയാൽ പ്രശ്നമാകും, അല്ലെങ്കിൽ 80,000 ആയാൽ പ്രശ്നമാകും. ആ നിലയ്ക്ക് വരുന്നവരെയൊക്കെ ഞങ്ങൾ ചേർത്ത് പിടിക്കാൻ ഒരുക്കമാണ് എന്നാണല്ലോ അതിനർത്ഥം. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഏറ്റവും ബഹുമാനായ സുഹൃത്തിനോട് റെജി ലൂക്കോസിനോട് ഒരു ചോദ്യം. 9 ദിവസങ്ങൾക്ക് മുമ്പ് ജനൻ TV ഒരു ക്യാമ്പയിൻ നടത്തിയിരുന്നു. അത് എരുമേലിയിൽ നിന്നുണ്ടായിരുന്നു, പമ്പയിൽ നിന്നുണ്ടായിരുന്നു, നിലയ്ക്കൽ നിന്നുണ്ടായിരുന്നു. ഈ സമയത്ത് നമ്മൾ തത്സമയം അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ കാണിച്ചിരുന്നു. ഇവിടെ ഉണ്ടാകാൻ പോകുന്ന പ്രതിസന്ധി എന്താണ്, ഇവിടെ ഒരുക്കിയിരിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ എന്താണ്, ആ കൃത്യമായുള്ള ആ വിവരങ്ങൾ അന്നെങ്കിലും പരിഗണിച്ചിരുന്നുവെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലായിരുന്നു. ഇന്നലെ കൃത്യമായി തന്നെ നിലയ്ക്കൽ നിന്ന് നമ്മുടെ റിപ്പോർട്ടർമാർ കൃത്യമായി തന്നെ ആ ദൃശ്യങ്ങൾ ഒരിക്കലും കള്ളം പറയില്ലല്ലോ, അവരുടെ പ്രതികരണങ്ങൾ ഒരിക്കലും കള്ളം പറയില്ലല്ലോ. ആ ഒരു സമയത്തുണ്ടാകുന്ന ഭക്തരുടെ വികാരങ്ങൾ, ഈ ആന്ധ്രയിൽ നിന്നെത്തുന്ന സ്വാമിമാർ, അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന സ്വാമിമാർ, അവരെയൊക്കെ വെച്ച് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അതാണ് അദ്ദേഹം കൃത്യമായി തന്നെ പറയുകയും ചെയ്തിരിക്കുന്നത്. അവരുടെ സ്വാഭാവികമായുള്ള പ്രതികരണം മാത്രമാണ്, അത് ഒരിക്കലും തത്സമയമാണ് നമ്മൾ അവിടെ നിന്നും നൽകിയിരിക്കുന്നത്, അല്ലാതെ എഡിറ്റ് ചെയ്ത വീഡിയോ അല്ല. അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അവരനുഭവിക്കുന്ന പ്രതിസന്ധികൾ, ഭഗവാനെ കാണാൻ വരുമ്പോൾ അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്ക് നേരത്തെ പറഞ്ഞതിൽ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുണ്ട്. വെർച്വൽ ക്യൂ വഴിയുള്ള സംവിധാനം, ആ വെർച്വൽ ക്യൂ വഴിയുള്ള സംവിധാനത്തിൽ ഓരോ മണിക്കൂറിലും എത്ര ഭക്തർ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് കയറി വരുന്നു എന്നുള്ള കണക്ക് കൃത്യമായി തന്നെയുണ്ട്. വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യുമ്പോൾ ഇന്ന് എത്ര ഭക്തർമാർ ഭഗവാനെ ദർശിക്കാനായി എത്തുമെന്ന് പറയുന്നുണ്ട്. ഈ കണക്കുകളൊക്കെ തന്നെ കൃത്യമാണ്. നമുക്കറിയാം, മണ്ഡല പൂജയ്ക്കും മകരവിളക്കിനും ഒക്കെ 1.5 ലക്ഷത്തിലധികം ഭക്തർ സന്നിധാനത്തേക്ക് എത്തുന്ന, അന്നൊന്നും ഇല്ലാത്ത പ്രതിസന്ധികൾ, അന്നൊന്നും ഇല്ലാത്ത ബുദ്ധിമുട്ടുകൾ, ഈ വലയ്ക്കുന്ന രീതിയിലേക്കുള്ള പ്രതിസന്ധികൾ, എന്തൊക്കെ കാര്യങ്ങളാണ് ഭക്തർ അനുഭവിക്കേണ്ടി വരുന്നത്, അതിനൊന്നും തന്നെ മറുപടി പറയാൻ ഇവർക്കാകുന്നില്ല. ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കൂ, നടപടി എടുക്കാമെന്ന് പറയുന്നു. 9 ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ ഈ ഒരു ക്യാമ്പയിൻ നടത്തിയത്. അന്ന് എരുമേലിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ നിലയ്ക്കൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ, പമ്പയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ എല്ലാം ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷേ എന്ത് നടപടിയെടുത്തു? ഒരു തരത്തിലുള്ള നടപടിയും എടുത്തില്ല. ഇപ്പോഴും പറയുമ്പോൾ ദേവസ്വം അധികൃതരുടെ പ്രതികരണങ്ങൾ ആരായുമ്പോൾ അവർ പറയുന്നത് എല്ലാത്തിനും ഉടൻ ഒരു പരിഹാരം ഉണ്ടാകും, തുടങ്ങിയതല്ലേ ഉള്ളൂ. ഈ തുടങ്ങുമ്പോൾ ഇത്രയധികം ഭക്തർ വന്നു കയറുന്നു, ആ സന്നിധാനത്തേക്ക് പടികേറി എത്തുന്നു. അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ, വിരിവെക്കുന്നതിനുള്ള സൗകര്യങ്ങൾ, അത് ഓരോ വർഷവും നമ്മൾ പറയുന്നതാണ്. അവർക്ക് മതിയായ സൗകര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, ശൗചാലയങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി നൽകണം, ഉറപ്പുവരുത്തണം എന്നുള്ളത് നമ്മൾ മാത്രമല്ല ഹൈക്കോടതി അടക്കം പറയുന്നു. അതുകൊണ്ട് മാത്രമാണ് 80,000-90,000
ദിവസവും ഒരു ദിവസം സന്നിധാനത്തേക്ക് അനുവദിക്കുന്ന ഭക്തരുടെ എണ്ണം അത് 70,000-ലേക്ക് ചുരുക്കിയത്. തിരക്ക് കുറയ്ക്കുക, അതോടൊപ്പം തന്നെ ആവശ്യമായ മുൻകരുതൽ, ആവശ്യമായ നടപടികൾ, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ. ഹൈക്കോടതി കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു, നിലവിലുള്ള ഒരു സൗകര്യങ്ങൾ വെച്ചുകൊണ്ട് ഇത്രയും ഭക്തർക്ക് ഒരു അനുമതി നൽകാനാകുമോ എന്നുള്ള ഒരു ചോദ്യം പോലും ഹൈക്കോടതിക്ക് ചോദിക്കേണ്ടി വന്നിരുന്നു. അങ്ങനെ ഒരു വലിയ പ്രതിസന്ധിയിലൂടെ പോകുന്നു. നേരത്തെ റെജി ലൂക്കോസ് സൂചിപ്പിച്ച പോലെ തന്നെ ഒരു വർഷം മുമ്പ് തന്നെ കൃത്യമായി തന്നെ അടുത്ത മണ്ഡലകാലം എന്നാണ് എന്ന് നമുക്ക് കൃത്യമായി അറിയാവുന്ന, അത് ഒരിക്കലും ഒരു പഞ്ചായത്ത് ഇലക്ഷന് മുന്നിൽ നടത്തേണ്ട അവലോകന യോഗങ്ങളല്ല. എവിടെയാണ് കൃത്യമായി അവലോകന യോഗം നടത്തിയത്? സാധാരണ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പമ്പയിൽ അവലോകന യോഗം നടത്തിയിരുന്നു. ഇത്തവണ അത് നടത്തിയിരുന്നു. എരുമേലിയിൽ നടത്തിയ അവലോകന യോഗം എന്നാണ്. ഈ റെജി ലൂക്കോസിന്റെ തൊട്ടടുത്താണല്ലോ ഏറ്റുമാനൂർ എന്നാണ് അവലോകന യോഗം നടത്തിയത്. ഈ അവലോകന യോഗങ്ങൾ ഒരിക്കലും ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു സമയത്തേക്ക് ഉണ്ടാകുന്ന ഒരു കാര്യങ്ങളൊന്നും തന്നെയല്ല. മുൻകൂട്ടി നിശ്ചയിക്കേണ്ട സമയത്ത് മുൻകൂട്ടി തന്നെ കാര്യങ്ങൾ, അവിടെ ഭക്തജന സംഘടനകളുടെ കൂട്ടായ്മകളുണ്ട്, അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരുണ്ട്. നിലവിലുണ്ടാകാൻ പോകുന്ന പ്രതിസന്ധികൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. എരുമേലിലേക്കൊക്കെ തന്നെ തീർത്ഥാടകർ എത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കാനനപാതയിലൂടെ, പരമ്പരാഗതമായ കാനനപാതയിലൂടെ എരുമേലിയിൽ നിന്ന് നടന്നു വരുന്ന തീർത്ഥാടകർ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ, പമ്പയിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതോടൊപ്പം തന്നെ KSRT എത്രയോ വർഷങ്ങളായി നമ്മൾ പറയുന്നതാണ് KSRTC ബസ്സുകളിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ. ഇരട്ടി ചാർജ് വാങ്ങിക്കൊണ്ട്, അധിക ചാർജ് വാങ്ങിക്കൊണ്ടാണ് ഓരോ ഭക്തനും KSRTC വഴി സന്നിധാനത്തേക്കും പമ്പയിലേക്കും ഒക്കെ എത്തുന്നത്, അവിടെ നിന്ന് തിരിച്ചും മടങ്ങുന്നത്. അവർക്കൊരു മതിയായ സൗകര്യം ഒരുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നട തുറക്കുന്നതിന് മുമ്പ് തന്നെ അവർ അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ട് അത് തത്സമയമാണ് അവിടെ നൽകിയത്, അല്ലാതെ മറ്റൊരു തരത്തിലുമല്ല. അവരുടെ പ്രതികരണങ്ങൾ അന്ന് നൽകിയതാണ്. ഇതൊക്കെ തന്നെയാണ് ശബരിമലയിൽ, ഇതൊക്കെ തന്നെ വളരെ വ്യക്തമായി തന്നെ കാണിച്ചു നൽകിയതാണ്. ഇത് ഈ വർഷം മാത്രമല്ല, കഴിഞ്ഞ വർഷവും അതിനു മുമ്പും ഒക്കെ തന്നെ കാണിച്ചു നൽകിയതാണ്. പക്ഷേ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്ന് മാത്രമാണ് നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭക്തർ നേരിടുന്ന പ്രശ്നങ്ങൾ അത് കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിക്കും. അത് ഏത് രീതിയിൽ കുത്തിത്തിരിപ്പാണ് എന്ന് പറയുകയാണെങ്കിലും ഭക്തർക്ക് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അത് നമ്മൾ കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിക്കും. അതോടൊപ്പം തന്നെ അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാകുന്ന ഓരോ വീഴ്ചകളും അത് അക്കമിട്ട് നിരത്തുക തന്നെ ചെയ്യും. കൃഷ്ണരാജ്, ശരിയാണ്. കാരണം തിരക്ക് കൂടുന്നത് കൊണ്ട് സൗകര്യങ്ങളില്ല എന്ന് പറയാനാവില്ല. അത് വലിയ തെറ്റാണ്. കാരണം വെർച്വൽ ക്യൂവിലൂടെ ഞങ്ങൾ ഇത്ര പേരെ കയറ്റിവിടൂ എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ആ കയറ്റിവിടുന്ന ആൾക്കാർക്കുള്ള സംവിധാനം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് അത് അർത്ഥമാക്കുന്നത്.